ലാത്തയും ഇസയും ഇല്ലാത്തൊരു ജീവിതവും ബിംബാരാധന ഒഴിച്ചു നിർത്തിയ ഒരു ജീവിതവും ചിന്തിക്കുക പോലും സാധ്യമാവാത്ത വിധം ബഹുദൈവാരാധനയിൽ ലയിച്ചു ചേരുന്ന അറബികൾ മനുഷ്യനിർമ്മിതമായ ബിംബങ്ങൾ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മക്കയിലെ പ്രധാന ഗോത്രമാണ് ഹാഷിം ഖുറൈശി. ഗോത്രത്തലവൻ അബ്ദുൽ മുത്തലിബ് മക്ക നഗരത്തിലെ തലയെടുപ്പുള്ള നേതാവാണ്. കഅബയുടെ സംരക്ഷണം അക്കാലം അബ്ദുൽ മുത്തലിബ് നിർവഹിച്ചു പോന്നു. അക്കാലം വിശുദ്ധ കഅബാലയം തകർക്കാൻ 1000 ആനകളുടെ ബാഹുല്യമുള്ള സൈന്യവുമായി അബ്രഹത്ത് കടന്നു വന്നു. 1000 ആനകളുടെ അകമ്പടിയുള്ള അബ്രഹത്ത് സൈന്യം കഅബ ലക്ഷ്യമാക്കി നീങ്ങി. പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ സംഘബോധമില്ലാതെ പകച്ചു നിന്നു മക്ക നിവാസികൾ. കഅബയുടെ സംരക്ഷകനായ അബ്ദുൽ മുത്തലിബ് മക്ക കുന്നിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, അതിനെ അവൻ തന്നെ സംരക്ഷിച്ചു കൊള്ളും എന്ന് പറഞ്ഞു. അബ്രഹത്തിന്റെ സൈന്യം മുന്നോട്ട് കുതിച്ചു. മക്കയോടടുക്കും മുന്നേ വാനിൽ അബാബീൽ പക്ഷികൾ നിറഞ്ഞു. പക്ഷികൾ നിറഞ്ഞതും തീക്കല്ലുകൾ വാർഷിച്ചതും സർവയുദ്ധം പരാജയപ്പെടാൻ കാരണമായി. അബ്രഹത്തിന്റെ സൈന്യവും അബ്രഹത്ത് രാജാവും പരാജയപ്പെട്ടു. ആനക്കലഹമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. യുദ്ധം നടന്നിട്ടില്ല. ആനക്കലഹമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് ക്രിസ്തുവർഷം 570 മക്കയിലെ ഉഗ്ര പ്രതാപിയായ അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കളിൽ 5ാമത്തെ ആളാണ് അബ്ദുള്ള. ശാന്തമായ പ്രകൃതിക്കാരൻ, ഇടപെടൽ കൊണ്ടും സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടും പിതാവിന്റെ പിൻഗാമി എന്ന് അടക്കം പറഞ്ഞ മകൻ. കഅബയുടെ സംരക്ഷണത്തിലും പൊതുകാര്യങ്ങളിലും താൽപര്യത്തോടെ പ്രവർത്തിച്ചിരുന്നു. അബ്ദുള്ള എന്ന മകൻ. മക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് യസ്രിബ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശം. യസ്രിബും മക്കയും മനോഹരമായ കച്ചവട ബന്ധം നിലനിർത്തുന്ന കാലമായിരുന്നു. യസ്രിബിലെ ഗോത്രത്തലവന്റെ മകളാണ് ആമിന ബീവി. യൗവന തുടിപ്പിൽ അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപുത്രൻ അബ്ദുള്ളയും ആമിന ബീവിയും വിവാഹിതരായി. അന്നവിടെ നിന്ന് സന്തോഷരാവായിരുന്നു. ആമിന ബീവിയും അബ്ദുള്ള പിതാവും വിവാഹിതരായി. നാട്ടുകാർക്കൊക്കെ സന്തോഷമായിരുന്നു. യസ്രിബിലെ ആമിന ബീവിയുടെ വീട്ടിൽ വെച്ച് വിവാഹം കഴിച്ച് അന്നവിടെ നിന്ന് അവർ മക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മുഞ്ചത്തിയായ നമ്മുടെ ആമിന ബീവിയെ കൂട്ടി അബ്ദുള്ള വീട്ടിലോട്ടേക്ക് പോയി. മരുഭൂമിയിലൂടെ ആ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു. യസ്രിബിൽ നിന്ന് അവർ യാത്ര പറഞ്ഞിറങ്ങി. കഅബയുടെ സമീപത്താണ് അബ്ദുൽ മുത്തലിബിന്റെ വീട്. യസ്രിബിൽ നിന്ന് വന്നെത്തിയ കഅബയുടെ മക്കയിലെ പ്രിയപുത്രിയായ മരുമകളായി വന്നെത്തിയ ആമിന ബീവിയെ അബ്ദുൽ മുത്തലിബ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റി. യസ്രിബിൽ നിന്ന് ആമിന ബീവി മക്കയുടെ മരുമകളായി എത്തി. അവിടം സന്തോഷം കളിയാടി. മധുവിധുവിൻ്റെ മനോഹര നാളുകൾ കടന്നു പോയി. ഒടുക്കം സന്തോഷത്തിൻ്റെ ആ വാർത്ത വന്നെത്തി. ആമിന ബീവി ഗർഭിണിയായി. ഹാഷിം ഖുറൈശി ആഹ്ലാദം നിറഞ്ഞു. ആമിന ബീവി ഗർഭം ധരിച്ചതിൽ ആ കുടുംബം അങ്ങേയറ്റം സന്തോഷിച്ചു. കുഞ്ഞിനായി അവർ കാത്തിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികനാൾ ആയുസ്സുണ്ടായില്ല. ആമിന ബീവിയുടെ വയറ്റിൽ കുഞ്ഞിനിപ്പോൾ 6 മാസമായി. ബീവിയോട് സമ്മതം പറയാനായിട്ട് അബ്ദുള്ള അടുത്തേക്ക് വന്നു. ആമിന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കരുത്. നീയുടെ സംരക്ഷണത്തിലായിട്ട് സുഖമായിട്ട് കഴിയണം. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ടൊരു വിഷമം. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. കച്ചവടത്തിൻ്റെ ആവശ്യത്തിനല്ലേ. ആമിന ബീവി ഒന്ന് ഭയന്നു. ആമിന ബീവി ചോദിച്ചു: നമ്മുടെ വിവാഹം ഇപ്പോഴല്ലേ കഴിഞ്ഞത്, നിങ്ങൾ പോവുകയാണോ? നീ വിഷമിക്കല്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. നീ സുഖമായിട്ടിരിക്കി, സന്തോഷമായിട്ടിരിക്കി എന്ന് ആമിന ബീവിയോട് സമ്മതം പറഞ്ഞ് കച്ചവട സംഘത്തിനൊപ്പം യാത്ര തിരിച്ചു അബ്ദുള്ള. ഭർത്താവിൻ്റെ മടക്കവും കുഞ്ഞിൻ്റെ ജന്മവും നാളുകൾ എണ്ണി കാത്തിരുന്നു ആമിന ബീവി. എന്നാൽ ഒരു ഭാര്യയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയായിരുന്നു ആമിന ബീവിയെ തേടിയെത്തിയത്. കച്ചവട സംഘത്തിനൊപ്പം പോയ
ഭർത്താവ് അബ്ദുള്ള യസ്രിബിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. 6 മാസം വയറ്റിലുള്ള കുഞ്ഞിളം പൈതലിനെ പേറി അവസാനമായി തൻ്റെ പ്രിയതമൻ്റെ മൃതദേഹം കാണാൻ പോലുമാവാതെ ആമിന ബീവി മക്കയിലെ വീട്ടിൽ കഴിച്ചുകൂട്ടി. ദിവസങ്ങൾ, വേദനയുടെ നാളുകൾ കടന്നുപോയി. മക്ക ചന്തയിൽ മനുഷ്യക്കച്ചവടം ഇപ്പോഴും സജീവമാണ്. ഗോത്രങ്ങൾ തമ്മിൽ കുടിപ്പിക മൂർച്ഛിച്ചു വന്നു. കഅബയ്ക്ക് ചുറ്റും ബിംബങ്ങൾ വർദ്ധിച്ചു വന്നു. അരാജകത്വം നിറഞ്ഞാടുന്ന നാട്ടിൽ ബീവി അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ ജീവിച്ചു പോന്നു. ഒരു നാൾ ആമിന ബീവി ഒരു സ്വപ്നം കണ്ടു. തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ പ്രകാശമേറ്റ് ഷാമിലെ കൊട്ടാരങ്ങൾ തിളങ്ങുന്നു. ആമിന ബീവിയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. പിതാവ് മൺമറഞ്ഞ കുഞ്ഞിൻ്റെ പിറവിക്കായി ആ മാതാവ് കാത്തിരുന്നു. റബീഉൽ അവ്വലിൻ്റെ പുലരിയാണ്. അസാധാരണമായ ചലനങ്ങളെ അറബിയ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. സാവ തടാകം വറ്റി വരണ്ടിരുന്നു. ആകാശത്തുയർന്ന അത്ഭുത വെളിച്ചത്തെ അറബികൾ പ്രത്യാശയോടെ നോക്കി. ലോകം നൂറിൻ്റെ പിറവിക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ബഹുദൈവാരാധനയുടെ കോട്ട കൊത്തളങ്ങൾ വിറച്ച നാള്. മക്കയിലെ ബിംബങ്ങൾ തലകുത്തി വീണു. അസാധാരണമായ പുലരിയിൽ ഹാഷിം ഖുറൈശിയിൽ ആ സന്തോഷ വാർത്ത പടർന്നു. ആമിന ബീവി പ്രസവിച്ചിരിക്കുന്നു. ആൺകുഞ്ഞാണ്. അബ്ദുള്ളക്ക് ആൺകുഞ്ഞ് പിറന്നതിൽ അത്യധികം സന്തോഷത്തിൽ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. പേര് വിളിച്ചു മുഹമ്മദ്. ഇത് എൻ്റെ മുഹമ്മദ് മോനാണ്, അബ്ദുള്ളയുടെ മുഹമ്മദ് മോൻ. ബഹുദൈവാരാധനയുടെ കോട്ട കൊത്തളങ്ങൾ വിറച്ചു തുടങ്ങിയത് അവിടെയാണ്. ജനിക്കും മുമ്പേ പിതാവ് മരണപ്പെട്ട കുട്ടി. അറബിയയിൽ വറുതിയുടെ കാലമാണ്. എത്തിയുമെങ്കിലും കുഞ്ഞു മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സർവം സന്തോഷത്തോടെ വളർത്താൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു അബ്ദുൽ മുത്തലിബ്. കുഞ്ഞിന് ആവശ്യമായതെല്ലാം നിർവഹിക്കാൻ അബ്ദുൽ മുത്തലിബ് മുൻപിൽ തന്നെ നിന്നു. കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ മറ്റ് സ്ത്രീകൾക്ക് നൽകുന്ന രീതി അന്ന് മക്കയിൽ നിലനിന്നിരുന്നു. ശുദ്ധ അറബി പഠനത്തിനും മറ്റ് സഹായത്തിനായിരുന്നു ഇത്. മരുഭൂമിയുടെ പ്രാന്തങ്ങളിൽ നിന്നും കൂട്ടം കൂട്ടമായി സ്ത്രീകൾ വരും. മക്കയിൽ നിന്ന് കുഞ്ഞുങ്ങളെയുമായി മടങ്ങിപ്പോവും. ഇതാണ് രീതി. കുട്ടികളെ മുലയൂട്ടിയാൽ നല്ല പ്രതിഫലവും മക്കക്കാർ അവർക്കായി നൽകിയിരുന്നു. റസൂൽ ജനിച്ച ആഴ്ചയിലും ആളുകൾ വന്നു. ആമിന ബീവി പ്രത്യാശയോടെ കാത്തിരുന്നു. തൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ലൊരാൾ കൊണ്ടുപോകണമെന്ന് ആ ഉമ്മ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഒരു നാൾ കഴിഞ്ഞു. കുഞ്ഞു മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും കൊണ്ടുപോയില്ല. 2 നാളും 3 നാളും കഴിഞ്ഞു. സമീപത്തുള്ള കുട്ടികളെയെല്ലാം കൊണ്ടുപോയിട്ടും ആമിന ബീവിയുടെ കുഞ്ഞിനെ കൊണ്ടുപോവാൻ ആരും തയ്യാറായി വന്നില്ല. ബാപ്പയില്ലാത്ത കുട്ടിയെ മുലയൂട്ടിയാൽ എന്ത് കിട്ടാൻ? വന്നവർ അടക്കം പറഞ്ഞു. ഈ കുത്തുവാക്കുകൾ മനസ്സിൽ പേറി ആമിന ബീവി നാളുകൾ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരായിരിക്കും കൊണ്ടുപോയത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാത്തിരുന്ന്. ഈ വീഡിയോ നിങ്ങളുടെ കൽബിൽ സ്പർശിച്ചെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക.